ഫ്രാൻസിസ് മാർപ്പാപ്പയെക്കുറിച്ച് എല്ലാവർക്കും പറയാനുള്ളത് സ്നേഹത്തിന്റെ കഥ മാത്രമാണ്. ജനപ്രിയനായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പയെന്ന് വരാപ്പുഴ അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ ഓർമ്മിച്ചു. 5 വർഷക്കാലം ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്കൊപ്പം കഴിയാൻ സാധിച്ചുവെന്നും ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വിയോഗത്തിൽ അതിയായ ദുഃഖമുണ്ടെന്നും ജോസഫ് കളത്തിപ്പറമ്പിൽ പറഞ്ഞു. വളരെയധികം വേദനയോടുകൂടിയാണ് പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പയുടെ ദേഹവിയോഗത്തെ പറ്റി അറിഞ്ഞത്. വേദനിക്കുന്ന നാനാജാതി മതസ്ഥരായ എല്ലാ മനുഷ്യർക്കും എൻ്റെ ഹൃദയപൂർവമായ പ്രാർത്ഥന നേരുകയാണ്. പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ അദ്ദേഹം തുടങ്ങിവെച്ച കാര്യങ്ങളൊക്കെ ഇനിയും മുന്നോട്ട് പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും പരിശുദ്ധ പിതാവിൻ്റെ ആത്മാവിന് നിത്യവിശ്രാന്തി നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ആത്മീയതയിൽ ഊന്നി തന്നെ, എന്നാൽ ഈ സമൂഹത്തിന്റെ മാറ്റത്തിനനുസരിച്ച് പരിഷ്കാരങ്ങൾ കൊണ്ടുവരാനും ഒക്കെ ശ്രമിച്ചിരുന്ന ഒരു വ്യക്തിത്വമായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പയുടേത്. അദ്ദേഹത്തിന്റെ വിയോഗത്തിൽ ലോകം ഒന്നാകെ സങ്കടപ്പെടുകയാണ്. അദ്ദേഹത്തിന്റെ ആ വിയോഗ വാർത്ത എത്തിയപ്പോൾ തന്നെ ഏറെ ഞെട്ടലോടെയാണ് പല നേതാക്കളും അതിനോട് പ്രതികരിച്ചത്. ഈ ഉന്നതിയിലേക്ക് പോകുന്തോറും, ഉയർച്ചയുടെ പടവുകൾ അങ്ങനെ കടന്ന് കയറി പോകുന്തോറും വിനയം കൂടി വരും എന്ന് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അറിവ് കൂടുന്തോറും വിനയം കൂടും, അതുപോലെ ലാളിത്യം കൂടും എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിലും അത് ജീവിതത്തിൽ പകർത്തിയ ഒരാൾ എന്ന നിലയിൽ അദ്ദേഹം എക്കാലവും ഓർമ്മിപ്പിക്കപ്പെടുമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഈ സഭാ നേതൃത്വത്തിലെത്തുമ്പോൾ സഭയുടെ അകത്തെ കാര്യങ്ങൾ തന്നെ എത്രയെത്രയോ കാര്യങ്ങളാണ് അവർക്ക് ഇടപെടാനും അതിൽ ഒരു പരിഹാരം കണ്ടെത്താനും ഒക്കെ ഉള്ളത്. പക്ഷേ സഭയ്ക്ക് പുറത്തുള്ള കാര്യങ്ങളിൽ, അത് സമൂഹത്തെ ഒന്നാകെ ബാധിക്കുന്ന കാര്യങ്ങളിലൊക്കെ തന്നെ പരിഹാരം കാണാൻ മാർപ്പാപ്പ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളത് അദ്ദേഹത്തെ കുറേ കൂടി ഉന്നതനാക്കി മാറ്റുന്നു.